ഇന്ന് കളരിപ്പയറ്റിന് വേണ്ടി ഇറങ്ങുന്ന പീക്കിരി പിള്ളേരി ഇതാണ്. പേരെന്താ? പേര് പറ. വീട് എവിടെയാ? ഹായ്, നമസ്കാരം. ജോബി വിദ്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് അറിയാമോ? നമ്മൾ കമ്പിളികണ്ടത്തുണ്ട്, അതായത് ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ടത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ സ്വന്തം ആയോധന കലയായ കളരി അല്ലേ? കേരളത്തിൻ്റെ സ്വന്തം ആയോധന കല തന്നെയാണോ? ആണോ? ഉറപ്പ്? കേരളത്തിൻ്റെ സ്വന്തം ആയോധന കലയായ കളരിപ്പയറ്റ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കളരിപ്പയറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ കമ്പിളികണ്ടത്ത് 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കളരി സംഘമുണ്ട്. ഏതാണ് ആ കളരി സംഘം? ഓലിക്കൽ കളരി സംഘം. അപ്പം ഇതെല്ലാം അവിടുത്തെ കുട്ടികളാണോ? എല്ലാവരും 50ഓളം വരുന്ന കുട്ടികൾ ഇന്ന് നമ്മുടെ കളരിപ്പയറ്റിന് വേണ്ടി കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഈ ഓലിക്കൽ കളരി സംഘത്തിൻ്റെ 20ാമത്തെ വാർഷിക ആഘോഷവും അതോടൊപ്പം തന്നെ 50ഓളം വരുന്ന ഇതേ പ്രായത്തിലുള്ള എന്നാൽ ചേട്ടന്മാരും ഉണ്ടല്ലേ, എല്ലാ പ്രായത്തിലുള്ള ആളുകളെല്ലാം ഇന്ന് കളരിപ്പയറ്റിന് വേണ്ടി കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഏകദേശം ഒരു 50ഓളം പേരുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ്. അപ്പം നമ്മൾ തുടങ്ങുമല്ലേ? ഓ ഹായ് പറയുമ്പത്തേ ഇവരൊക്കെ ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുള്ളവരാ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് കളരിപ്പയറ്റിന് വേണ്ടി ഇറങ്ങുന്ന പീക്കിരി പിള്ളേരി ഇതാണ്. പേരെന്താ? പേര് പറ. വീട് എവിടെയാ? ഇവിടെ തന്നെയുള്ള കൊച്ചിൻ്റെ പേരെന്താ? നിങ്ങൾ ചേട്ടനും അനിയനോ അനിയത്തി കേട്ടോ. അപ്പൊ ഇന്ന് തകർക്കാൻ പോകണോ? വല്ലതും അറിയുമോ? പഠിച്ചിട്ടുണ്ടല്ലേ? ഇന്ന് അടിപൊളിയാക്കും, ഉഷാറാക്കും, നമ്മൾ വൈറലാവും. പേരെന്താ? ലക്ഷ്മി. നിവേദ്യ. വൈഗ. ശിവാനി. നിങ്ങൾക്ക് വീട് ആനവരട്ടി. അവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നത്? ഓ, ബാക്കി വീട് എവിടെയാ? ഇതാണ് വീട്. ആ, ഇതിന്റെ പുറകിലാണ്. കമ്പിളികണ്ടം അങ്ങനെ പറഞ്ഞാൽ മതി. മുക്കുടാം. ഓക്കെ. എങ്ങനെയുണ്ട് ആസാനെ? പിള്ളേരൊക്കെ സൂപ്പറാണോ? ഉഷാറാണോ? നല്ല ആത്മാർത്ഥതയും ഒച്ചിരി കുഴപ്പമില്ലെങ്കിൽ പിള്ളേരുടേതായ ചെറിയ കുഴപ്പമില്ലെങ്കിൽ അതൊരു സുഖമില്ലല്ലോ. പിള്ളേരാകുമ്പോൾ കുഴപ്പമുണ്ടാവും. എന്താ മക്കളല്ലേ, എല്ലാം നല്ല സ്ട്രോങ് ഉള്ളവര്. പറയണൊക്കെ അനുസരിക്കണോ? അല്ലെ മൊത്തം കുസൃതിയാണോ? അടുത്ത വർഷത്തിൽ നിങ്ങൾ വിളിക്കുമ്പോൾ വേറെ ലെവലായിരിക്കും. അല്ല പിന്നെ നിങ്ങൾ ഉഷാറല്ലേ? സെറ്റാണോ? ഇന്ന് തകർക്കുവോ എല്ലാരും? ആർക്കാ വൈറലാണ്ട്? ഈ കൂടെ എല്ലാവർക്കും വൈറലാവണ്ടേ? അപ്പൊ എല്ലാരും നല്ലപോലെ പെർഫോം ചെയ്യണം. കളത്തിൽ ഇറങ്ങാൻ വന്നാണോ കളി കാണാൻ വന്നാണോ? ഇറങ്ങാൻ വന്നാണോ? അപ്പൊ തകർക്കും ഇറക്കുവാണെങ്കിൽ. മറ്റ് ആസാമാര് പലരുമുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് ഒത്തിരി സമയം കളയാതെ നമ്മൾ പരിപാടി ആരംഭിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് പറയാനൊന്നുമില്ല. നമ്മുടെ കളരിയുടെ 19ാമത് വാർഷികം, അതായത് 20ാമത്തെ വയസ്സിലേക്ക് കയറുന്ന നമ്മുടെ 19ാമത് വാർഷികമാണ്. ഈ വാർഷികത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവരും ഉള്ള സൗകര്യത്തിലൊക്കെ ഇരുന്ന് നമ്മോട് സഹകരിക്കാനും, എല്ലാ നല്ല ആളുകളും വിളിച്ച ഒത്തിരി ആളുകൾ വന്നിട്ടില്ല. കളരിയിൽ ഒരുപാട് കുറവുണ്ട്, വരുന്നുണ്ട്. അപ്പം എല്ലാ ആളുകളെയും ഉള്ള സൗകര്യത്തിലൊക്കെ ഇരുന്ന് സഹകരിക്കുക. എന്താണ് കളരി? പലരും എൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം, അങ്ങനെ ഇച്ചിരി കളരി പഠിക്കണം. അപ്പോൾ എന്താണ് കളരി? കളരി എന്ന് പറഞ്ഞാൽ ഇച്ചിരിയായിട്ട് പഠിച്ചു നിർത്തേണ്ടതല്ല. 3 കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. ഒന്ന്, ആരോഗ്യത്തിനാവശ്യമായ വ്യായാമം, പൂർണ്ണമായ വ്യായാമ രീതിയാണ് വടക്കൻ കളരി. 2, ആപത്ഘട്ടങ്ങൾ ഉപയോഗിക്കാവുന്ന ആക്രമണ പ്രത്യാക്രമണ രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ കുട്ടി വഴിയെ നടന്നു പോകും, ആരെങ്കിലും ഒരു കള്ളൻ കഴിച്ച് കിടക്കുന്ന മാല വലിച്ചു വെച്ചാൽ പോലീസ് വന്നിട്ട് പിടിക്കാമെന്ന് പറയാൻ പറ്റിയല്ല, അതിനെ പ്രതികരിക്കേണ്ടി വരും. അതാണ് ആപത്ഘട്ടം. 3, ആയുർവേദത്തെയും മർമ്മത്തെയും ആസ്പദമാക്കി സമഗ്രമായ ചികിത്സാ രീതി. ഇത് 3ഉം കൂടെ അടങ്ങുന്നതാണ് കേരളത്തിന്റെ കളരിപ്പയറ്റ്. ഇത് തെക്കൻ മുറയും വടക്കൻ മുറയും 2 ഐറ്റംസ് ഉണ്ട്. തെക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം മുതൽ അങ്ങോട്ട് തിരുവനന്തപുരം ജില്ലയുടെ ഒരു ആയോധന രീതിയാണ്. ഇവിടെ രാജഭരണകാലത്ത് മുതൽ ഉണ്ടായിരുന്നതാണ്. വടക്കൻ മുറ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള വടക്കൻ സമ്പ്രദായം, ടി വി സമ്പ്രദായം. ഇത് രണ്ടും 2 വഴിക്ക് വന്നതാണ്.
വടക്ക സമ്പ്രദായം 5 ഭാഗമാണ്. മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറുങ്കൈ, മർമ്മശാസ്ത്രം. മെയ്ത്താരി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കളരി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം ചെല്ലുമ്പോൾ ആദ്യം അക്ഷരങ്ങളാണ് പഠിപ്പിക്കുന്നത്. കളരിയുടെ അക്ഷരങ്ങളാണ് മെയ്ത്താരി, മെയ്പ്പൈറ്റ്. അതായത് കളരി അഭ്യാസത്തിന് ഉതകുന്ന രീതിയിൽ ശരീരമാക്കിയെടുക്കുന്ന വ്യായാമ പ്രക്രിയയാണ് മെയ്ത്താരി. ഇത് കളരിയുടെ ഒരു പൂർണ്ണ വ്യായാമ മുറ കൂടിയാണ്. പ്രത്യേകിച്ച് കളരി ഇറങ്ങേണ്ട പ്രായപരിധി പറയുന്നത് 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ്. ഈ പ്രായപരിധിയിൽ ഈ വ്യായാമം ശീലിച്ച് വളരുന്ന ഒരു കുട്ടിക്ക് ആരോഗ്യഘടകാത്രമായ ഒരു ശരീരം ഉണ്ടാകുകയും രോഗനിവാരണം ഷേപ്പുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുക വളരുന്ന സമയമാണ്. ആണായാലും പെണ്ണായാലും 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. അതാണ് ഉത്തമമായ ഒരു സമയം കളരി. മെയ്പ്പൈറ്റൊക്കെ പരിശീലിച്ച് കഴിയുമ്പോൾ നല്ല ഒരു ശരീരവും നല്ലൊരു മനസ്സും ഒക്കെ ആയി വരും. 2 കോൽത്താരി, വിവിധ ഇനം വടികൾ കൊണ്ടുള്ള തല്ലും തടയും. കോൽത്താരി ഇത് മനുഷ്യന്റെ മർമ്മഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള തല്ലും തടയുമാണ്. 3 അങ്കത്താരി, ലോകനിർമ്മിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആയോധന രീതി. ഈ പരിശീലനത്തിൽ ഒരു കളരി അഭ്യാസി കൂടുതൽ ധൈര്യവാനാകുന്നു, കാരണം മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ളതാണ്. 4 വെറുങ്കൈ. നമ്മൾ ഈ ആയോധനകളെയൊക്കെ പരിശീലിക്കുന്ന കളരി എന്ന് പറയുന്ന സ്ഥലത്താണ്, പരിശീലിക്കുന്ന സ്ഥലത്തെയാണ് കളരി എന്ന് പറയുന്നത്. ഇതൊരു ദേവാലയമാണ്. വാള് വയറ്റുന്നതും വഴി വയറ്റുന്നതും കത്തി വയറ്റുന്നതും കളരിക്കകത്ത്. ഇത് വഴിയെ കൊണ്ട് നടക്കാൻ നിയമമൊന്നുമില്ല. വെളിയിൽ പിച്ചാത്തി കൊണ്ട് നടക്കുക, കുന്തോ വാളോ ഒക്കെ ആയിട്ട് വഴിയെ പോകാൻ നിയമമില്ല. കളരിയിൽ പരിശീലിച്ച അപ്രതീക്ഷിതമായിട്ട് വെളിയിൽ നിന്ന് വാക്കത്തിയോ വാളോ കത്തിയോ ഒക്കെ നമ്മളൊരാളെ നേരിട്ടുള്ള അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആക്രമണത്തെ നേരിടുന്നതാണ് വെറുങ്കൈ. ആയുധമുള്ളവനെ ആയുധമില്ലാണ്ട് കീഴ്പ്പെടുത്തുന്നത്. 5 മർമ്മശാസ്ത്രം. മനുഷ്യന്റെ ശരീരത്തെയും മർമ്മത്തെയും ആസ്പദമാക്കിയുള്ള പരിശീലനം, മർമ്മ ചികിത്സയൊക്കെ. ഇത് മുൻപ് പറഞ്ഞ 4 ഭാഗങ്ങളും പ്രായത്തമാക്കിയാലേ മാത്രമേ 5ാമത്തെ ഭാഗമായ മർമ്മശാസ്ത്രം ഉപദേശിച്ചു കൊടുക്കാറുള്ളൂ. ഈ 5 ഭാഗങ്ങളാണ് വടക്കൻ സമ്പ്രദായത്തിന്റെ കളരിയുടെ രൂപങ്ങൾ. തെക്കൻ സമ്പ്രദായത്തിൽ 6 ഭാഗങ്ങളാണ്. തിരുവാമ്പള്ളി, വള്ളുവനാടൻ, വട്ടവന്തിരിപ്പൻ, പിള്ളതാങ്ങി, അറമ്പിക്കയ്യൻ, ഒരുമുറശാരി, അങ്ങനെ 6 ഭാഗങ്ങളാണ് തെക്കൻ സമ്പ്രദായത്തിൽ. ഈ ഓലിക്കൽ കളരി സംഘം എന്ന് പറഞ്ഞാൽ വെള്ളിലാങ്കണ്ടത്തിലെ ഓലിക്കൽ ജഗതി ആശാൻ, ജഗതി എന്ന് പറയുന്ന ആളാണ് ഞങ്ങളുടെ ഒക്കെ മെയിൻ മുഖ്യ ഗുരുക്കൾ. എൻ്റെ മുഖ്യ ആശാൻ ജഗതി ആശാൻ. പിന്നെ അതിൽ താഴെ ബിനോയ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു ആളുമാണ് കളരി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്നത് വെച്ചാൽ ഇപ്പം 20 വർഷം മുമ്പാണ് കമ്പിളികണ്ടത്തിൽ ഇങ്ങനെ കളരി തുടങ്ങുന്നത്. അത് കമ്പിളികണ്ടത്തിൽ അപ്പം ഞാനിങ്ങനെ ഈ കളരി പഠിക്കാൻ ചെറുപ്പം മുതലേ നല്ല ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് കളരി എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഇവരിങ്ങനെ ഒരു 10-20 പേര് നല്ല കവുങ്ങും ഒക്കെ ചുമന്ന് നല്ല ഇങ്ങോട്ട് ഒരു കളരി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോർഡും കണ്ടു. അപ്പം ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, അച്ഛനെ എനിക്കിങ്ങനെ ഈ കളരിയിലൊന്നും ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് 50 വയസ്സുണ്ടെന്നേരം. അച്ഛൻ സാധാരണ പിള്ളേരുടെ പ്രായം കഴിഞ്ഞു പോയി. ചെറുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ നമ്മുടെ സാഹചര്യവും സാമ്പത്തികവും എല്ലാം ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. ഇപ്പം ഇങ്ങനെ കമ്പിളികണ്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അതോ ഞാൻ ചോദിച്ചു. പിന്നെ എന്നാ ചേട്ടന് മനസ്സുണ്ടെങ്കിൽ പ്രായം പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാനിതിൽ കളരി ചേരുന്നത്. ഉദ്ഘാടനത്തിൻ്റെ അന്ന് മുതൽ ഞാൻ ഇറങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളതിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഈ കളരിയിലുള്ളൂ. 1000-കണക്കിന് ആളുകളുടെ അഡ്മിഷൻ എടുത്ത ആളുകളാണ്. അന്നും പോയി ആയിട്ട് ഇപ്പോഴും നിലവിലുള്ളതും ഇതിന് വന്നു പോയതും. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നവരും ഇടയ്ക്കിടയ്ക്ക് വരും. എന്ന് വെച്ചാൽ ആയുഷ്കാല മെമ്പർ എന്ന് പറയും. ഞങ്ങൾ പറയുമ്പോൾ ആയുഷ്കാല മെമ്പർ എന്ന് പറയും. എന്ന് വെച്ചാൽ കുറച്ച് പേര് ഇപ്പം ജോലി വന്ന് കുറച്ച് ദിവസം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വരാൻ സാധ്യതയില്ല, നമ്മൾ ജോലിക്ക് പോയി നമ്മൾ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും നമ്മൾ അതിനകത്ത് അങ്ങനെ ഉൾക്കൊള്ളുന്നൊരു കുറേ ആളുകൾ, അങ്ങനെ 1000-കണക്കിന് ആളുകൾ വന്നുപോയി. കളരി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തനത് കലയാണ് ഈ കളരി. ഈ കളരിയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പം എൻ്റെ ഒരു അന്നത്തെ കാലത്ത് നമ്മൾ ഈ കളരി പഠിക്കുമ്പം എനിക്കും ശരിക്കും പറഞ്ഞതിനെ പറ്റി അറിയില്ല. ഞാനും പഠിക്കുന്നതിന് കായികാഭ്യാസം പഠിക്കുക, നമ്മൾ അഭ്യാസം പഠിക്കുക, ഒരു അടി വന്നാൽ തട്ടാനോ അല്ലെങ്കിൽ കുത്താനോ തട്ടാനും പഠിക്കാനോ എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു മനസ്സിലിപ്പോൾ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതല്ല. ശരീരത്തിന് ഏറ്റവും ഗുണം, മനസ്സിന് ഗുണം, നല്ലൊരു ഉണർവ് കിട്ടുന്നു. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ വൈകുന്നേരം ചെയ്യുന്ന നമ്മൾ കളരി ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കായികമായിട്ട് ഭയങ്കര ഗുണമാണ്. ഇപ്പം എൻ്റെ പ്രായത്തിൽ നോക്കുമ്പോൾ എനിക്ക് യാതൊരു അസുഖമില്ല. അതെന്താണ് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ 20 വർഷമായിട്ട് ഞാൻ ശരിക്കും ഇതിങ്ങനെ എല്ലാ ദിവസങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസങ്ങളും ചെയ്യുന്നുണ്ട്. കുറേയെങ്കിലും ചെയ്യും.
ഇപ്പം നമ്മൾ കുറച്ച് പഠിപ്പീരുണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ചും കുറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ്, പിള്ളേരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കണം, കാണിച്ചുകൊണ്ട് ഈ സൂചി ഇരുന്ന് കാണിക്കണം, നേർകാലെടുത്ത് കാണിക്കണം, അടി വന്നാൽ തട്ടണം എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തല്ല് കൊണ്ടാണ് പഠിക്കുന്നത്. പിള്ളേരുടെ തല്ല് കൊണ്ട് പഠിക്കുകയാണ്. ആശാൻ തല്ല് കൊണ്ടാണ് പഠിക്കുന്നത്. നമ്മുടെ ശരീരമാണ് തടുക്കുന്നത്. അങ്ങനെ കൊണ്ട് പഠിക്കുകയാണ്. ഇതൊരു ഭയങ്കര കലയാണ്. ഒന്ന് കലയാണ്, ഒന്ന് നമ്മുടെ ആരോഗ്യത്തിന് ഗുണമാണ്. പിന്നെ ഈ കളരിയിൽ വരുന്ന ഒരാൾക്കും ഒരു സ്വഭാവ ദൂഷ്യത്തിന് സമ്മതിക്കല. ഞാനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ 10 പാക്കറ്റ് വിൽസ് വലിക്കുന്ന ഒരാളായിരുന്നു. ഒരു 20 വർഷമായിട്ട് ഇല്ല, തൊട്ടിട്ടില്ല. എന്നുവെച്ചാൽ വലിക്കണം. ഈ കളരിക്ക് അത്ര ഞങ്ങളുടെ ആശാൻ അത്ര ക്ലിയറാണ്. മദ്യവയ്ക്കാൻ സമ്മതിക്കല, പുകവലി സമ്മതിക്കല, ഇങ്ങനെയുള്ളവരെ ഒന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കല. ഈ ഫെബ്രുവരി 12-ാം തീയതി എന്നെ 35ാമത് വാർഷികം അടക്കം എന്നെ വില്ലങ്ങടത്ത് നടക്കുന്നത്. അവിടെ വന്ന് നോക്കണം, ഒരാളും മദ്യപിച്ച് അവിടെ വരാൻ സാധിക്കില്ല, വരാൻ സമ്മതിക്കല, ആശാൻ സമ്മതിക്കല. അതാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു മാതൃകയുണ്ട് ഈ കളരിക്ക്, പ്രത്യേകിച്ചാണ് ഒലിക്ക് കളരി സംഘത്തിന് പ്രത്യേകമാണിത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നത്. പെൺകുട്ടി ഇന്നത്തെ കാലത്ത് അവർക്ക് വഴി നടക്കണം. അവർക്ക് വഴി നടക്കാൻ മറ്റുള്ളവരുടെ അവകാശം മേടിക്കാതെ നടക്കണം. പിന്നെ അവരുടെ അനുവാദമില്ലാത്ത അവരുടെ ശരീരത്തിൽ ഒരാളും തൊടാൻ പാടില്ല. അത് നിർബന്ധമായ കേസ്. അതിന് അവരെ ശീലിപ്പിക്കണം. അങ്ങനെ ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയും ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവരൊക്കെ ഇപ്പം കളരിയുണ്ട്. അവരിപ്പോഴും അഭ്യസിക്കുന്നുണ്ട്. നമ്മൾ ഒരു 60 വയസ്സായാലും ഇപ്പം ചോദിക്കുകയാണ് ഈ കളരി പഠിക്കാൻ വെച്ചാൽ അവർക്കും പഠിക്കാം. അവരുടേതായ ശരീരത്തിൻ്റെ ഗുണം കൊണ്ട് അവർക്ക് പഠിക്കാം. അവർക്ക് അത്ര ശേഷം ഉണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് അതിൻ്റെ ശരീരത്തിന് ഗുണമാണ്. നമ്മൾ ആശുപത്രി കൊണ്ട് കൊടുക്കുന്നതിൻ്റെ പകുതി പൈസ വേണ്ട ഇവിടെ. ഇത് മുടക്കില്ല. നമ്മുടെ കളരി സംഘത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവ് വരുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മൾ എണ്ണാതിരി നമുക്ക് കുറേ ചിലവുകൾ വരുന്നുണ്ട്. അതിനുള്ള പൈസ മേടിക്കല്ല, നമ്മൾ പീസിന് വേണ്ടിയിട്ടല്ല ഇത് നടത്തുന്നത്. പീസ് മേടിച്ച് നടത്താൻ വേണ്ടിയിട്ട് നമ്മളിതിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നല്ല ഇത്. ഇത് മറ്റുള്ളവർക്ക് ഒരു ഗുണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടും. പിന്നെ ഇതൊരു കലയല്ലേ, ആ കലയെ പ്രോത്സാഹിപ്പിക്കുന്നു നമുക്ക്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇതിനോട് വലിയ സഹകരണമായിട്ട് പോകുന്ന ഒരാളാണ്. നമ്മൾ ഇനി വേറൊരു പണിക്ക് പോകുന്ന ഒരു കാലം കഴിഞ്ഞു പോയി. നമ്മൾ വലിയ ജോലിക്കൊന്നും പോകുന്നില്ല. ഇതിങ്ങനെ പിള്ളേരോട് ഉല്ലസിച്ച് നടന്നൊരു കളരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ത്രില്ലാണ്. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പം അതുപോലെ നമുക്കിപ്പം നമുക്കറിയാം പുറത്തെ കലകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്നത് കുൻഫു, കരാട്ടെ, കള അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. മോശമാണ് ഞാൻ അല്ല, അതും ഗുണം ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, അങ്ങനെയുള്ള ആർട്സ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആള് കുറഞ്ഞതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, കളരിക്ക് ആള് കുറവായി, എല്ലാവരും അങ്ങോട്ട് പോകുന്നു. നമ്മൾ ഈ സ്കൂളിലൊക്കെ പൊതുവെ കളരി വികസിപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു വിഷമം നമുക്കുണ്ട്. സാധാരണ ഒരു സ്കൂൾ തലത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ കരാട്ടെ, കുൻഫു ഇതെല്ലാം സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പല സ്കൂളിലും. അതെ, ഇവർ ഉദ്ദേശിക്കുന്നത് ഇപ്പം സ്കൂളിൽ കുറേ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നും ഇതുപോലെ കളരി പോയി പഠിക്കാൻ ഒരിക്കലും ആകുന്നില്ല. ഞാനതിനെന്ന് പറയാം, ഞാൻ ഒരു കലയിനും മോശമാക്കി പറയുന്നില്ല. കരാട്ടെ, ഒക്കെ പഠിക്കുന്നവരുണ്ട്. അതൊക്കെ പഠിച്ച സമയത്ത് നല്ല ത്രില്ലായിട്ട് ചെയ്യും. ഇത് കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൈവിട്ടു വെച്ചാൽ ശരിക്കും നല്ല ചെറുപ്പക്കാർക്ക് അറിയാം. അവർ കാലും കയ്യും പൊക്കി എങ്ങനെ അടിക്കും, റൗണ്ട് കിക്കൊക്കെ അടിക്കും, നല്ല കിക്കൊക്കെ അടിക്കും. ആ കിക്കൊക്കെ ആ ചെയ്യുന്ന സമയത്തുള്ള കിക്കൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പോകും. ചെയ്തില്ലെങ്കിൽ ഇതില്ല. കളരിക്ക് ഒരു കാര്യമുണ്ട്, ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നില്ല. നമ്മുടെ നേരെ ഒരു കൈ വന്നാൽ നമ്മുടെ കൈ നമ്മൾ തട്ടിക്കളയും, നമ്മുടെ ശരീരത്തിൽ കൊള്ളരുത്. അത് നമുക്ക് നിർബന്ധമാണ്. ഒരുത്തിൻ്റെ കൈ നമ്മുടെ അനുവാദമില്ല ശരീരത്തിൽ കൊള്ളരുത്. അത് നമ്മൾ പഠിക്കണം. ഒന്ന് നമുക്ക് ഒഴിവാണ്, ശരിക്കും ഒരു ഒഴിവാണ്. നമ്മുടെ ശരീരത്തിൽ കൊള്ളാതെ ഒഴിവാണ്. നമ്മൾ ആരെയും ഉപദ്രവിക്കണ്ട, പക്ഷെ നമ്മളെ ആരും ഉപദ്രവിക്കാൻ പറ്റുകയില്ല. നമുക്കത്ര ഉള്ളൂ. ഒരു സംഘടന ഉണ്ടായാലും ശരി, നമ്മൾ ആരെയും തല്ലണ്ട. എനിക്കിട്ട് തല്ലേ ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് കളയുമ്പോൾ തന്നെ അവൻ പോയി വീഴും. അതാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി അല്ല ഇത് പഠിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരു വഴിക്ക് പോകുന്നത് നമുക്കൊരു ഏതെങ്കിലും നമ്മളൊരു വണ്ടിയെ പോകുന്നു, ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ തന്നെ അറിയോ ഇറങ്ങി വന്ന് നമ്മൾ ഇച്ചിരി റോങ് സൈഡ് കയറി നമ്മളെ തെറി പറഞ്ഞ് നമ്മളെ ഇറങ്ങി തല്ലുന്ന ഒത്തിരി പേരുണ്ട്, ഒരുപാട്. അങ്ങനെയൊക്കെ ഒരു വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം രക്ഷപ്പെട്ടിട്ട് പോകാനുള്ള മാർഗമാണിത്. ശരിക്കും അപ്പം നമുക്കൊരു ആവശ്യമാണ്, കളരി പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പം എന്നെ കണ്ടാൽ തല നിറച്ചൊരു ഇത്രയും പ്രായമുള്ള ഒരാളാണ്. അപ്പം രണ്ടെണ്ണം കൊടുത്താലും കുഴപ്പമില്ലാന്ന് ആൾക്കാരാണ് ചിന്തിക്കും. പക്ഷെ അത് തല്ലി നോക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. ആ വരുന്ന കൈ നമ്മൾ ആ വന്ന പോലെ തിരിച്ചു നമ്മൾ കൂടിയല്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണം, രോഗം വരാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ ഗുണം. അതാണ്.
നമ്മൾ ആശുപത്രി കൊടുക്കുന്ന പൈസ വേണ്ട. അതെ, നമുക്ക് ഓടിപ്പാഞ്ഞ് നടക്കാം, നമുക്കെല്ലാം ചെയ്യാം. പിന്നെ എനിക്ക് ഏറ്റവും നിർബന്ധം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കണം. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. സംരക്ഷണം അവർ തന്നെ സംരക്ഷിക്കണം. എപ്പോഴും ആങ്ങളമാർക്കോ അപ്പനോ ഒന്നും കൂടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവര് പഠിക്കണം. ഇത് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെ എല്ലാം വിട്ട് പഠിപ്പിക്കണം. എല്ലാവരും പഠിപ്പിക്കണം, പരിശീലനം കൊടുക്കണം, അവർക്ക് പരിശീലനം കൊടുക്കണം. നമ്മളാരും കൂടെ നടക്കണ്ട. ഒരു കാരണന്മാർ കൂടെ നടക്കുന്ന ഒരു പരിശീലനം അവരുടെ മനസ്സിൽ, ആ കാരണന്മാർ നടക്കുന്ന ഒപ്പം പോലെ തന്നെ ഒരു ഇതുണ്ടാവും, അവർക്ക് ഗുണം കിട്ടും. ആ ഗുണം ഭയങ്കര ഗുണമാണ്. അപ്പം അവർക്ക് അവരുടെ പേടി മാറും, ഓടാന്ന് പറഞ്ഞു പോകും. കളരിയിൽ നമ്മൾ ആദ്യം കയറുമ്പോഴേ നമ്മൾ കയറി കഴിഞ്ഞാൽ കളരി കച്ച കിട്ടണം. കച്ച കിട്ടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അരയും തലയും ഒതുങ്ങിയിരിക്കണം, നമ്മുടെ വയറ് ഒതുക്കി കിട്ടണം. അത് ഒതുങ്ങി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണത്തിന്. നമ്മൾ ഒരു ചുമട്ടുകാരൻ ചുമട്ടെടുക്കാൻ പോകണമെങ്കിലും അവൻ്റെ തോളയിൽ ഇവിടെ ഒരു തോർത്തിട്ട് കെട്ടിക്കൊണ്ട് പോകും. കാരണം വെച്ചാൽ ഒരു ലോഡ് ഇങ്ങനെ പിടിക്കുവാണെങ്കിലും അതിനൊരു ഗുണം കിട്ടുക നമ്മുടെ വയറിന്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കച്ച കിട്ടുകയെന്ന് പറഞ്ഞു. എൻ്റെ ഒരു അറിവാണ് കേട്ടോ. ഇതിലും അറിവുള്ളൊരു കൂടുതലുണ്ട്. ഞാനൊന്നും വലിയൊരു ആശാനല്ല, എന്നാൽ പോലും നമ്മളൊരു കുറേ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്, വിദ്യകൾ പകർന്നു കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും കുറവുണ്ട് ആശാനെ അപ്പം വിളിക്കും, ആശാനോട് ചോദിക്കും, ആശാനെ ഇന്നത് കുറവുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ആശാന്റെ കഴിവാണ് നമ്മൾ ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കളരിയിൽ തുടങ്ങുക വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങുക വെച്ചാൽ കളരി വണക്കം. കളരി വണക്കമാണ്. കളരി വളരെ വണക്കമാണ്. വണക്കം കളരി വണക്കമാണ്. നമ്മൾ ആദ്യം കളരി അഭ്യസിപ്പിക്കുന്ന പിള്ളേരെ ആദ്യം കഴിഞ്ഞാൽ നമ്മൾ കളരി വണക്കം എടുക്കാൻ പറയും. ഇതിന് പിന്നെ ബേസിക്കായിട്ട് നമ്മുടെ കൈയും കാലും ഓടാൻ നമ്മൾ കുറേ എക്സർസൈസുകൾ ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ കാല് പൊങ്ങാൻ, കൈ പൊങ്ങാൻ നമുക്ക് ബേസിക്കായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരീരത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്നു. അതായത് നമ്മൾ മെയ്പയറ്റ് തുടങ്ങുന്നു. മെയ്പയറ്റ് ശരീരം കൊണ്ടുള്ള പയറ്റാണത്. അത് കുറേ മെയ്പയറ്റുകളുണ്ട്. ഒരേ ഇതില്ല, അതായത് ഇരിക്കാനും നിൽക്കാനും നേക്കാനും ഇതെല്ലാം ആകുന്നത് നമ്മുടെ ശരീരം അങ്ങോട്ട് ഉതകുന്ന രീതിയിലാക്കി എടുക്കുകയാണ്. എന്നുവെച്ചാൽ ഷൂറെ നല്ല കഷ്ടപ്പാടുണ്ട്. ഈ പഠിക്കാൻ വരുമ്പോൾ പിള്ളേർക്കൊക്കെ ആദ്യം കാണുമ്പോൾ തോന്നും, കളരി വണക്കം എടുത്തും പോലെ കാണുമ്പം ഇത് വളരെ എളുപ്പമുള്ളതാണ്. പക്ഷെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ശരീരം ഇച്ചിരി വേദന പിടിക്കുമ്പോൾ പലരും ഇട്ടു. അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് നല്ലതാണ് ചെയ്യുന്നതാണ് നല്ല കളരി എന്ന് പറഞ്ഞു. ഒരു ഉത്തമ കളരി പഠിച്ചെന്ന് പറഞ്ഞാൽ വെറും ശാന്തനും നല്ല സ്വഭാവക്കാരനും നല്ല ഇതായിരിക്കും. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, ആരും അങ്ങോട്ടൊന്നും അറിയ പോലും ചെയ്യില്ല. അതാണ് ഒരു കളരിയുടെ ഏറ്റവും വലിയ ഗുണം. ഇത് ശരിക്കും പറഞ്ഞാൽ സരസ്വതിയെ കുടിയിരുത്തുന്നു. വിദ്യാദേവതയാണ് സരസ്വതി. സരസ്വതിയെ കുടിയിരുത്തുന്നു. അതിന് ചെത്തി, ചെമ്പരത്തി, തുളസി പുഷ്പങ്ങൾ അർപ്പിച്ച് നമ്മൾ 7 തിരി വെച്ച് കളരി കയറുന്നു. നമ്മൾ ചെയ്യുന്നു. നമ്മൾ കളരി കയറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ സരസ്വതിയെ പ്രാർത്ഥിച്ചാണ് കയറുന്നത്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും ഗുണം കിട്ടാനും നമ്മൾ ചെയ്യുന്നതിന് ഇത് ആയുധവിദ്യയാണ്. ആയുധവിദ്യ കൊണ്ടുള്ള ലോകനിർമ്മിതമായ ആയുധങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇങ്ങോട്ട് വരാതെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറിജിനാലിറ്റിയാണ് ചെയ്യുന്നത്. ഒരു കത്തിക്ക് കുത്തുന്ന ഒറിജിനൽ കുത്തുവാണ്. വാളിന് വെട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ കത്തിക്കും വടിക്കും ആയുധങ്ങളെല്ലാം ഡമ്മി അല്ല, എല്ലാം ഒറിജിനൽ. ഇത് തന്നെ ചെയ്യുവാണ്. ഒറിജിനൽ വെച്ച് തന്നെയാണ് ഒറിജിനൽ തന്നെ ചെയ്യുന്നത്. ഒറിജിനൽ തന്നെ ചെയ്യുന്നത്. അത് ബ്ലോക്ക് ചെയ്ത് പഠിക്കണം, എന്നാലും നമുക്ക് ഇതിന് ഗുണം കിട്ടുള്ളൂ. അതിനെല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യം തന്നെ വാളെടുത്ത് കൊടുക്കുകയോ വടിയെടുത്ത് കൊടുക്കുകയോ അല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇങ്ങനെ ഓരോന്നിനും ചെയ്യുക. തല്ലും തടയും എന്ന് വെച്ചാൽ അടി വരുന്നു, തടയുന്നു, നമ്മൾ തല്ലുന്നു, തടയുന്നു, തല്ലും തടയും പഠിക്കുന്നു. പിന്നെ അതിനെല്ലാം ഒഴിവുകൾ ഓരോ ഒഴിവ്. അപ്പം എങ്ങനെ വെച്ചാൽ നമ്മളിപ്പം അതിനകത്ത് തല്ലും തടയും, പിന്നെ നീളം തല്ല്, ഇരിക്കൈ, അതുപോലെ വെട്ടടി തിരിഞ്ഞ് വെട്ട്, പിന്നെ കാലിൻ്റെ ഒറ്റ, അങ്ങനെ പല ഐറ്റങ്ങൾ ഇങ്ങനെ ഉണ്ട് കളരിയിൽ. പല ഐറ്റങ്ങളുണ്ട്. പിന്നെ എല്ലാ കളരിയിലും വ്യത്യാസമുണ്ട്, നമ്മുടെ കളരിക്ക് വ്യത്യാസമുണ്ട്. ആശാൻ എന്ന് പറഞ്ഞാൽ ആശാൻ തെക്കൻ വടക്കൻ സമ്പ്രദായത്തിൽ പഠിച്ച ആളാണ്. അത് തെക്കനും വടക്കനും, അതായത് തുളുനാടൻ കടത്തനാടൻ, അതിൻ്റെ 2 വശം കൂടെ പഠിച്ചിട്ട് അതിൻ്റെ ഏറ്റവും നല്ല മർമ്മ കൊള്ളാവുന്ന ഭാഗങ്ങൾ മാത്രം എടുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ആശാൻ. അതാണ് ഞങ്ങളും പഠിപ്പിക്കുന്നത്. ആശാൻ പകർന്നു തരുന്നത് ഞങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രത്യേകതയാണ്. എല്ലാ കളരിയേക്കാളും
പ്രത്യേകത ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ ഓലിക്കൽ കളരി സംഘത്തിന്റെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ എത്ര വർഷത്തോളമായി എന്നാണ് പറയുന്നത്? ആശാൻ തുടങ്ങിയിട്ട് 35 വർഷമായി. 35 വർഷമായി. നമ്മളിവിടെ 20 വർഷം മൊത്തത്തിൽ 20 വർഷത്തിലായി ഇവിടെ കമ്പിളികണ്ടത്തിൽ തുടങ്ങി. 35 വർഷത്തെ പാരമ്പര്യമാണ് ആശാൻ പഠിച്ച് തുടങ്ങിയിട്ട് 35 വർഷമായി. ആശാൻ പഠിക്കാൻ തുടങ്ങിയ ചെറുപ്പം കൊച്ചായിരുന്നു മുതൽ പഠിക്കാൻ തുടങ്ങിയതായിരിക്കും. ഒത്തിരി മലബാറിലൊക്കെ പോയി പഠിച്ചത് ആശാൻ. അങ്ങനെ പഠിച്ചു വന്നാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ തുടങ്ങുന്നത്. ഇപ്പം നല്ല ഭയങ്കര ആളുകളുമായി നല്ല സംവിധാനമായി. ആശാൻ നല്ല പേരായി. ആശാൻ മർമ്മവിദ്യകൾ പഠിച്ച് മർമ്മ ചികിത്സയുണ്ട്. അങ്ങനെയാണ് കളരി എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കും. ഞാൻ മുഴുവൻ ആളുകളോടും പറയുന്നു, നിങ്ങൾ വല്ലതും വശമുണ്ട് നിങ്ങളുടെ കുട്ടികളൊക്കെ വിട്ട് പഠിപ്പിക്കണം. പ്രത്യേകിച്ച് പെൺപിള്ളേരെ മുഴുവൻ പഠിപ്പിക്കണം.